ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി തീയലാണ്. അപ്പോൾ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിരുമിയിട്ട് എടുത്താണ്. ഇത് ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങ ഉണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2-3 ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകും മല്ലിയൊക്കെ മുഴുവനായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇടണം. ഒരു 3-4 മുളകും 1 ടീസ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒത്തിരി തീയൊന്നും കൂട്ടി വെച്ചൊന്നും വറക്കല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ തീയലിനൊക്കെ എപ്പോഴും തേങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ തേങ്ങ എടുക്കണം. അപ്പോൾ ഒത്തിരി ഇളം തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറിയൊന്നും തീയൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല. ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കണം. തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം ഇനി ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാനിലൊക്കെ നല്ല ചൂടുള്ളതുകൊണ്ട് ആ സമയത്ത് തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സാധാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ച് ഒത്തിരി ചേർക്കല്, വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ പാനിൻ്റെ അകത്ത് നന്നായിട്ട് ചൂടുള്ളതുകൊണ്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ ചൂടോട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് തണുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ചൂടിരിക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തുള്ളി വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തീയലിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലെ എണ്ണയൊക്കെ ഇറങ്ങി അതിൽ കിടന്നാണ് ഈ തേങ്ങ നന്നായിട്ട് അരഞ്ഞു വന്നിരിക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തേങ്ങ വറുത്തില്ലെങ്കിലും നമ്മളെടുക്കുന്ന തേങ്ങ നല്ലതല്ലെങ്കിലും ഇതുപോലെ എണ്ണയൊന്നും തെളിയത്തില്ല. അപ്പം ഇതുപോലെ എണ്ണയൊക്കെ വന്നാലേ ആ തീയലിനൊക്കെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ച്, അപ്പോൾ ഇത് ഞാൻ സാധാ തണുത്ത വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചും പിഴിഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഇത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതൊരു കപ്പ് ചുവന്നുള്ളി 2ആയിട്ട് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തീയലിനെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചെറുതായിട്ട് അരിയണ്ട, ഇതുപോലെ 2ആയിട്ടൊന്ന് കീറിയിട്ടാൽ മതിയാവും. ഇനി അതിലേക്ക് 3 പച്ചമുളക് കീറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒത്തിരി നേരം ഇട്ട് കളറ് മാറേണ്ടതൊന്നും ഒരാവശ്യമില്ല. ചെറുതായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാവും. ഇപ്പം നമ്മൾ തീയലിനൊക്കെ ഉള്ളി അരിയുമ്പോൾ ഒത്തിരി ചെറുതായിട്ട് അരിയരുത്, 2ആയിട്ടൊന്ന് കീറിയിട്ടാൽ മതിയാവും. അതുപോലെ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ മുഴുവനെ ഇടാം. അതുപോലെ കടുക് വറക്കുമ്പോൾ തേങ്ങാക്കൊത്ത് വേണമെങ്കിലും വഴറ്റി ചേർക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം.
അപ്പം നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അതോടൊന്ന് ഒഴിക്കുക. കാരണം നമ്മൾ ഈ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് ആ മിക്സിയുടെ ജാറിൽ നിറയെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം തീയലിനൊക്കെ ഒത്തിരി പുളിയായാൽ നല്ലതല്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് കുറുകിയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഏകദേശം 2 കപ്പോളം വെള്ളം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊരു നന്നായിട്ടൊരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ തീയലൊക്കെ നന്നായിട്ട് കുറുകി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പം തീയലൊക്കെ വെക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളമായി പോരുത്. അന്നേരം തീയലിന് ഒരു ടേസ്റ്റും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തീയൽ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തീയലിൻ്റെയൊക്കെ ഈ സമയത്തൊരു നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ചോറിൻ്റെ അകത്തൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ തീയൽ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഉള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്